പഴയ കാലത്ത് ഇവിടെ എങ്ങനെയാണ് കല്യാണങ്ങളൊക്കെ നടന്നിരുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ കുടുംബസംഗമത്തിലൊന്ന് ചർച്ച ചെയ്യാമല്ലോ അതൊക്കെ. നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം നടന്നിരുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, അതിൻ്റെയൊക്കെ ഒരു സാമ്യത ഉണ്ടാകാം. രാത്രി കല്യാണങ്ങളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് പഴയ കാലത്ത്. പെട്രോൾ മാക്സ് കത്തിച്ചുകൊണ്ട്, അതിനു മുമ്പ് റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട്, അതിനു മുമ്പ് ചൂട്ട് എന്ന് പറയുന്ന സാധനം കത്തിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു കല്യാണങ്ങൾ നടന്നിരുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അന്ന് കല്യാണം നടക്കുമ്പോൾ ഞാൻ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിൽ നിന്നും അവിടെ പ്ലേറ്റുകൾ കൊണ്ടുവരും. കാരണം അന്ന് പ്ലേറ്റ് വാടക കിട്ടില്ല, പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് തൊട്ട് ഇല്ലതാനും. അയൽവാസികളിൽ നിന്ന് 10 പ്ലേറ്റ് അവിടെ നിന്ന്, 5 പ്ലേറ്റ് ഇവിടെ നിന്ന്, ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവരിക. അതിൻ്റെ ബാക്കിൽ നമ്മൾ കുത്തുകളിടും, കാരണം ഇന്ന വീട്ടിലത്തതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. കസേരകൾ അന്ന് വാടകയ്ക്ക് കിട്ടാത്തൊരു കാലമായിരുന്നു. അന്ന് വാടകയ്ക്ക് കിട്ടാത്തത് കൊണ്ട് ഓരോ വീട്ടിൽ നിന്നും കസേരകൾ പെറുക്കിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നിന്ന് 10 കസേര, ഇവിടെ നിന്ന് 5 കസേര, അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും പെറുക്കിക്കൊണ്ടുവരും. അതിനൊരു 10-15 വീട്ടിൽ നിന്നാണ് കസേര കല്യാണ വീട്ടിലെത്തുക. ആർക്കും ഒരു സങ്കോചം ഉണ്ടായിരുന്നില്ല, ആർക്കും അത് നൽകാനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, അന്ന് ഈ കമുകിൻ്റെ, അതായത് ഈ തോട്ടങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് ആരാൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ എന്താക്കുക, കഴുങ്ങൊക്കെ വെട്ടിക്കൊണ്ടുവരിക. ആ കഴുങ്ങ് വെട്ടിയിട്ട് പന്തൽ ഇടാൻ വേണ്ടിയിട്ട് ഓലയാണെന്ന് ഉപയോഗിക്കുക. ഞാൻ പറയുന്നത് പഴയ കഥ പറയാനല്ല, അന്നത്തെ ഒരുമ പറയാനാണ്. ഇവർക്കൊക്കെ അത് ഓർമ്മയുണ്ടാവും, പഴമക്കാർക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും അന്ന് ഈ ഓല കൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഓല മുടയണം എന്നുണ്ടെങ്കിൽ അയൽവാസികൾ വന്നിട്ട് മുടഞ്ഞു തരും. ഓരോരുത്തരും ഇങ്ങനെ 10-15 ഓലകൾ മുടഞ്ഞു തരും. എന്നിട്ട് പിന്നെ അന്ന് ബിരിയാണി വെക്കാനോ അല്ലെങ്കിൽ നെയ്ച്ചോറ് വെക്കാനുള്ള അരി ചേറണം. ചേറുക എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എന്താ പറയാന്നറിയില്ല, അതിൻ്റെ കല്ലൊക്കെ ഒഴിവാക്കണം. അതിന് മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ശരിപ്പെടുത്തണം. ആ ശരിപ്പെടുത്താൻ അയൽവാസികൾ തന്നെയാണ് വരിക. എന്നിട്ട് എല്ലാവരും കൂടിയാണ് അരി വേറെയും കല്ല് വേറെയാക്കുക. അന്ന് അരിയിൽ നല്ലോണം കല്ലുള്ളായിരുന്ന കാലമാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്ന്. ഞാനിത് നേരിട്ട് കണ്ടതൊന്നുമല്ല, ഇത് മറ്റുള്ളവർ പറഞ്ഞതെൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നതാണ്. എൻ്റെ കുട്ടിക്കാലത്തും ഇതൊക്കെ കുറേശ്ശൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി ഈന്തിൻ്റെ പട്ട കൊണ്ട് ഗേറ്റ് ഉണ്ടാക്കും. അന്ന് മാലകളും തോരണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഈന്തിൻ്റെ പട്ട കൊണ്ടായിരിക്കും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക. പിന്നെ പെട്രോൾ മാക്സ് കത്തിക്കാൻ ഒരാൾ വരാനുണ്ട്, അതൊരു വല്ലാത്തൊരു വരവാണ്. അയാളുടെ വരവ് കണ്ട വിചാരിക്കും തുമ്പയിൽ നിന്ന് റോക്കറ്റ് വിടുകയാണ്, അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ മുഴുവൻ മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുക. എന്നാൽ അന്ന് ഉണ്ടാക്കേണ്ടുന്ന അരി ചേറുന്നത് പോലെ അന്നത്തെ മുളക്, അന്നത്തെ മഞ്ഞൾ, ഇതെല്ലാം കുത്താനും അത് ഇടിക്കാനുമൊക്കെ അയൽവാസി സ്ത്രീകൾ തന്നെ വരിക. ഏതോ ഒരു പാത്തുത്താത്തയുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ, ആ പാത്തുമ്മയുടെ മകൾ ആമിനക്കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഇത്രയും സന്നാഹങ്ങൾ ഒരുങ്ങുകയാണ്. എന്തൊരു ഒരുമയായിരുന്നു അന്ന്, എത്രമാത്രം അടുപ്പമായിരുന്നു അന്ന്, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പക്ഷെ ഇന്ന് നമ്മൾ സ്വന്തം അനുജൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകുന്നത് പോലും 12 മണിക്ക് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലലാണ്. ബേജാറോട് കൂടി നിൽക്കുന്ന അനുജനോട് എല്ലാവരും എത്തിയടാ സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാഷ്വൽ ടോക്കാണ് നമ്മൾ നടത്തുന്നത്. സ്വന്തം അനുജന്മാരുടെ വീട്ടിലേക്ക് പോലും ഒരു പക്ഷേ കല്യാണത്തിൻ്റെ ഒരാഴ്ച ചെന്നിട്ട് ആഭരണം എടുത്തടാ എന്ന് ചോദിക്കാൻ, എൻ്റെ വകയായിട്ട് എന്താടാ വേണ്ടത് എന്ന് ചോദിക്കാൻ, സ്വയം അങ്ങോട്ട് ചോദിക്കാൻ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പഴയ കാലത്ത് ഐക്യം ഞാൻ പറയുന്നത്, ആ ഐക്യമെല്ലാം പോയി ഇന്ന് നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റപ്പെടുത്തലാണ് സത്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ സങ്കടം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. എല്ലാവരും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം എന്താണ് ഓക്സിറ്റോസിൻ എന്ന്. നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു പ്രത്യേക ഹോർമോണാണ്. അതുണ്ടെങ്കിലേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കും. ഓക്സിറ്റോസിനും ഡോപ്പമിനുമാണ് മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ള. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മക്കളെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡോപ്പമിൻ. ഉദാഹരണത്തിന് ആ ചെറിയ മോള്, ആ മോളെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പുറമെയുള്ളവർക്ക് തോന്നൽ കുറച്ചായിരിക്കും, സ്വന്തം മാതാവിന് തോന്നൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊക്കെ 1000 ഡോസിലൊക്കെ ഇങ്ങനെ കിട്ടിത്തുടങ്ങും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ കൂടിയിരിക്കുമ്പോൾ, സുഹൃത്തുക്കൾ കൂടിയിരിക്കുമ്പോൾ ഒറ്റക്കല്ലാത്ത ആളുകൾക്ക് മാത്രം കിട്ടുന്നതാണ് ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ ഉണ്ടെങ്കിലുള്ള സന്തോഷം ഉണ്ടല്ലോ, അതിന് പകരം വെക്കാൻ വേറെ ഒന്നും ഉണ്ടാകില്ല. നമ്മൾ ഈ പ്രായം ചെല്ലും തോറും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ സുലൈമാനിക്ക് നമ്മളിവിടെ വെച്ച് ആദരിച്ചു. അദ്ദേഹത്തിന് എത്ര പ്രായമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ, ഇതിനേക്കാൾ വയസ്സ് ചെന്ന ആളുകൾ സജീവമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രിക്ക് തന്നെ എത്ര വയസ്സായി, ഉമ്മൻചാണ്ടിക്ക് എത്ര വയസ്സായി, ദെൻ നമ്മുടെ അച്യുതാനന്ദന് എത്ര വയസ്സായി, അച്യുതാനന്ദൻ സാറിന് ഒരുപാട് വയസ്സായി. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊക്കെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ്. അതേപോലെ തന്നെ ഈ സാമൂഹ്യ സേവകരായിട്ടുള്ള ആളുകൾ, അവർ ചിലപ്പോൾ 100 ക്രോസ് ചെയ്യുന്നു, ചിലപ്പോൾ 90 ക്രോസ് ചെയ്യുന്നു, 85 ക്രോസ് ചെയ്യുന്നു. എന്നാൽ ഒറ്റയ്ക്ക് കഴിയുന്ന പല ആളുകളും പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്നു. ഓക്സിറ്റോസിൻ്റെ അഭാവമാണെന്നാണ് സൈക്കോളജിയുടെ പഠനം. കാരണം മനുഷ്യന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൂടിയിരിക്കണം,
നമ്മൾ ഇരുന്ന് വർത്തമാനം പറയണം. പരസ്പരം ഇന്നലകളിലേക്ക് തിരിച്ചു പോകണം. ഇന്നലകളിലേക്കൊരു തിരിച്ചുപോക്കുണ്ട്. അതിനാണ് കുടുംബസംഗമം. നാളെയുടെ ലോകം നോക്കി മാത്രം സഞ്ചരിക്കുന്നവരാണ് ഒരു പക്ഷേ പല ആളുകളും. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാ ഡോക്ടേഴ്സും അതിൽപ്പെട്ടതല്ല. IMAയുടെ കണക്കനുസരിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള ആൾക്കാർ ഡോക്ടേഴ്സാണ്. അല്ലെങ്കിൽ അവർ പറയട്ടെ. കാരണം സ്ട്രെസ്ഫുള്ളി ജീവിച്ച് എല്ലാ സങ്കടങ്ങളും ഏറ്റ് നാളെയുടെ ലോകത്തേക്ക് മാത്രം ചിന്തിച്ചു പോകുന്ന പലരും. അതുകൊണ്ടാണ് ഇന്ന് പല ഡോക്ടേഴ്സും സോഷ്യൽ വർക്കിന് ഇറങ്ങുന്നത്. കാരണം സമൂഹത്തിൻ്റെ കണ്ണുനീരപ്പാൻ, സമൂഹത്തിൻ്റെ വിഷമങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവർക്ക് കുറച്ചും കൂടി അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്നതാണ്. അതൊരു പഠനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മെഡിസിൻ കയ്യിലുണ്ട്, എല്ലാം കയ്യിലുണ്ട്. എന്നിട്ടും ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹക്കീം ഡോക്ടർ വളരെ പെട്ടെന്ന് മരിച്ചുപോയത്. എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു സുഹൃത്ത് ഇതേമാതിരി 38ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ഞാൻ പറയുന്നത് ഡോക്ടേഴ്സ് പെട്ടെന്ന് മരിക്കുന്നു എന്നല്ല. ഇനി ഡോക്ടേഴ്സ് ആരും പേടിക്കൊന്നും വേണ്ട. കാരണം സൈക്കോളജിക്കലി മുന്നിലേക്ക് മാത്രം പോകുന്നവർക്ക് എന്തും സംഭവിക്കാം. ഇന്നലകളിലേക്ക് തിരിച്ചെത്തി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സംഭവിക്കൽ കുറവാണ് എന്നൊരു പഠനമുണ്ട്. ആ പഠനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ അതെന്നെ അങ്ങനെ എടുക്കണമെന്നല്ല. ആ പഠനം ഇതാണ്. എഴുത്തുകാർ എത്രയോ കാലം ജീവിക്കുന്നു. എഴുത്തുകാർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് എവിടെയാണ്? ഇന്നലകളിലാണ്. ഇന്നും MTയോടൊരു എഴുത്തെഴുതാൻ പറഞ്ഞാൽ, എത്ര വയസ്സായി അദ്ദേഹത്തിന്? ഇന്നും MTയോടൊരു എഴുത്തെഴുതാൻ പറഞ്ഞാൽ ഇന്നലകളെ കുറിച്ച് എഴുതുക, നാളെയെക്കുറിച്ചല്ല അവർ കൂടുതൽ എഴുതുക. നാളെയെക്കുറിച്ച് 20% എഴുതുമ്പോൾ ഇന്നലകളെക്കുറിച്ച് അവർ 40%, 60% എഴുതിക്കൊണ്ടിരിക്കാൻ. നിങ്ങൾ വെറുതെ നിങ്ങളുടെ തറവാട്ട് വീടിൻ്റെ മുറ്റത്തൊന്ന് പോവുക. നിങ്ങൾ കയറിമറിഞ്ഞ പേരക്കമരം, അഥവാ 6 വയസ്സിലും 10 വയസ്സിലൊക്കെ നമ്മൾ കയറിമറിഞ്ഞ ആ മാവിൻ്റെ ചുവട്ടിലെത്തുക. അപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം നമുക്ക് വരാനുണ്ട്. ഇന്നലകളുടെ ചിന്തകൾ